ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയ് 3 വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ സൺഡേയിലൊക്കെ വീട്ടിലിരുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരുപാട് നാളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കനോട് ഒന്ന് ഓൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ നമ്മുടെ വീഡിയോ, അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. അതുകൊണ്ട് ഒരു ഷെയറെങ്കിലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, ഇന്ന് മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് ഞാനും വൈഫും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഓക്കെ, ഈ വീഡിയോ ചെയ്യാൻ, ഈ റെസിപ്പി ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ടിയ ഒന്നാണ് ചിക്കൻ. ഞാൻ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആ പണി അങ്ങോട്ട് ചെയ്യാം. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമുക്കത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. ആദ്യം കുറച്ച് 2 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് തൈര്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. കൈ കൊണ്ട് തന്നെ മിക്സാക്കുന്നതാണ് നല്ലത്. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വെക്കാം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരാം. നമുക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ എടുക്കുക, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ചെറിയുള്ളിയോ സവാളയോ, ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഉണക്കമുളക്, പിന്നെ ചെറുനാരങ്ങയും ഓപ്ഷനിലാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ 3 പേർക്ക് ഉണ്ടാക്കുന്ന ആവശ്യമുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ആൾക്കാർ എത്ര പേരാണോ, അല്ല നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് വേണം ഇതിൻ്റെ അളവുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു അളവുകൾ ഇതിന് പറഞ്ഞു തരാത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അരമണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനി അത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം അതിന് ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. നമുക്ക് ചിക്കൻ പീസുകൾ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇടാം. ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം വേവുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, ചിക്കൻ ആവട്ടെ.
ചിക്കൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മിക്സിയിൽ വെച്ച് അരയ്ക്കണം. അതിന് മുന്നേ ഒന്ന് ചൂടാറണം. അപ്പം ചിക്കൻ ചൂടാറിക്കോട്ടെ. നമുക്കപ്പോൾ ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം. അധികമൊന്നും ഇതാവേണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മൾ കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ആ ഇടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അരയ്ക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം നമ്മൾ ചിക്കൻ മാത്രമായിട്ടൊന്ന് അരയ്ക്കണം. ചിക്കൻ മാത്രമായിട്ടൊന്ന് ആദ്യം അരയ്ക്കണം. അതിന് ശേഷം മാത്രമേ മറ്റുള്ള സാധനങ്ങൾ ഇതിൽ ചേർത്തരയ്ക്കാൻ പാടുള്ളൂ. ചിക്കൻ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ വേണ്ടത് തേങ്ങയും മുളകും ചെറിയുള്ളിയും കൂടി നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് അരയ്ക്കേണ്ടത്. അത് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതും കൂടി ഒന്ന് അരച്ചെടുക്കാം. രണ്ടും ഒന്നിച്ചരച്ചാലും കുഴപ്പമില്ല. സെപ്പറേറ്റ് അരയ്ക്കാണ് ഞാൻ ചെയ്തത്. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഉള്ളിയൊക്കെ വഴറ്റിയത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കാം. നമ്മൾ അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുത്തത്. ചിക്കൻ സെപ്പറേറ്റ് അരച്ചു, ഇതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തു. ഇതിന് നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് പോകാം. നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമുക്ക് കുറച്ച് കടുക് വേണം. നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ വറുത്തരച്ച സാധനങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടും ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ടാവും. നമ്മളപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മിക്സിയിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്. ആ മിക്സി തന്നെ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകി വരണം. ഇതൊന്ന് നല്ലോണം കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ആ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് എരിവൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴിയിറച്ചി ചട്നി, ഞാൻ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നില്ലായിരുന്നു, കോഴിയിറച്ചി ചട്നി റെഡിയാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കലാപരിപാടി ഉള്ളത് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതായിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചാൽ മതി. ഞാനൊരു ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇന്ന് കഴിക്കാൻ പോകുന്നത് പൊറോട്ടയും നല്ല കോഴിയിറച്ചി ചട്നിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു പക്ഷേ യൂട്യൂബിൽ കോഴിയിറച്ചി ചട്നി മലയാളത്തിൽ ചെയ്യുന്നത് ഞാനായിരിക്കാം. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല, ഇതുവരെ കോഴിയിറച്ചി ചട്നി ഞാനത് സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് കോഴിയിറച്ചി ചട്നി മലയാളത്തിൽ ചെയ്യുന്നത് ഞാനായിരിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാനിപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം. സാധാരണ ബോളല്ലേ ടെസ്റ്റ് ചെയ്തത്, ബോളില്ലല്ലോ. ഇന്ന് മോളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റിനായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്നത്തെ ടെസ്റ്റർ ഉണ്ടാക്കുന്ന ആള് തന്നെ ഇപ്പൊ നല്ല കിടിലൻ സാധനം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ. നല്ല കിടിലൻ കിടക്കാപ്പി സാധനമാണ് ചട്നി, കോഴിയിറച്ചി ചട്നി. പൊറോട്ട പിന്നെ ഞാൻ നിങ്ങളോട് പറയില്ല, പൊറോട്ട നമ്മുടെ മലയാളീസിന്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ചോറിന് കൂടിയോ വെള്ളയപ്പത്തിന്റെ കൂടിയോ എന്തിന്റെ കൂടിയാണെങ്കിലും കോഴിയിറച്ചി ചട്നി ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോഴിയിറച്ചി ചട്നിയും പൊറോട്ടയും.